വീട്ടു ജോലികളിൽ നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ബാത്റൂം ക്ലീൻ ചെയ്യാനാണ്. എന്നാൽ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലേ ഈ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. എത്രയൊക്കെ വൃത്തിയാക്കിയാലും മണവും പോവില്ല, ബാത്റൂം ഒട്ട് ക്ലീൻ ആവുകയില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്? കെമിക്കൽസ് ഉള്ള ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനർ മേടിക്കും, അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനർ മേടിച്ച് നല്ല പോലെ വൃത്തിയാക്കും. പക്ഷേ ഈ ദുർഗന്ധം അത് പോകാൻ നല്ല പാടാണ്. അപ്പോൾ നമ്മൾ എന്തിനാ ഇത്ര പൈസ ചിലവഴിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ: നാരങ്ങാനീര്, ബേക്കിംഗ് സോഡ, പിന്നെ മണമുള്ള ഏതെങ്കിലും ഒരു ക്ലീനറും, പിന്നെ കുറച്ച് വെള്ളവും. ആദ്യം ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തിട്ട് മണമുള്ള ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനറും മതി നമുക്ക്, അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഒരു പകുതി മുക്കാൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഇങ്ങനെ തിരിച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ബോട്ടിലിൻ്റെ പുറകിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ലിഡ് എടുത്ത് മാറ്റിയിട്ട് ഈ ബോട്ടിൽ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം. ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നല്ല താഴോട്ട് ഇറക്കി വെച്ചിട്ട് ലിഡ് നല്ല ടൈറ്റായിട്ട് മൂടണം. എന്നിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്യണ അനുസരിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ലിക്വിഡ് വരികയും ചെയ്യും. ആ സ്മെല്ല് ബാത്റൂം ഫുൾ അങ്ങനെ നിൽക്കുകയും ചെയ്യും. എന്താണേലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ആ ദുർഗന്ധങ്ങളൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. അപ്പം ഞാനുണ്ടാക്കിയ സാധനം ബാത്റൂമിൽ ഫ്ലഷ് ടാങ്കിലുണ്ടോയെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രശ്നം ഫ്ലോറല്ലേ, അത് സിമ്പിളാണ്. വിനാഗിരി അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലോറിലൊന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് വരുന്ന സ്മെല്ലും നമ്മുടെ ക്ലോസറ്റിൽ നിന്ന് വരുന്ന സ്മെല്ലും എന്താണേലും മാറിക്കിട്ടും. ഇനിയിപ്പോൾ അനാവശ്യമായിട്ട് ഈ കെമിക്കൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്പുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ.